സമരരംഗത്ത് സജീവമായിരിക്കുന്ന ബി.ജെ.പിയെയും ശ്രീധരൻപിള്ളയെയും തളർത്താൻ വി മുരളീധരൻ്റെ പുതിയ അടവ്. ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് പിന്നെ മൂന്നടി മുന്നോട്ട് എന്നുള്ള ശൈലിയിലാണ് സാധാരണ വി മുരളീധരൻ്റെ നീക്കങ്ങൾ. ഇപ്പോൾ മുരളീധരൻ പറയുന്നു ശബരിമലയിൽ ഭക്തരായ സ്ത്രീകൾ കയറണമെന്ന്, അവർക്ക് പോലീസ് സംരക്ഷണം നിർബന്ധമായി ഒരുക്കണമെന്ന്. അതുകൂടാ ഒരു പടി കൂടി കടന്നാണ് ഇപ്പോൾ വി മുരളീധരൻ്റെ പ്രസ്താവന. മുരളീധരൻ പറയുന്നു സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കേണ്ടതും സ്ത്രീകളെ ശബരിമലയിൽ എത്തിക്കേണ്ടതും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സ്റ്റേറ്റിന്റെ പരിപൂർണ ഉത്തരവാദിത്വമാണെന്ന്. ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ശ്രീധരൻപിള്ളയും പ്രതിഷേധത്തിന് ഇറങ്ങിയ സമരക്കാരുമാണ്. ഒരു ചാനൽ ചർച്ചയിലാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് വി മുരളീധരൻ രംഗത്തെത്തിയത്. സ്ത്രീകളിൽ ശബരിമലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നും മുരളീധരൻ ചർച്ചയിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. ഒരു വിശ്വാസി എന്ന നിലയിൽ ശബരിമലയിൽ ഒരു സ്ത്രീ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റിന്റെയും പോലീസിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വമാണ്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി വിധി അനുസരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വവുമാണ്. ഇപ്പോൾ നടക്കുന്നത് സർക്കാരിന്റെ ഗൂഢാലോചനയാണെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച സമയത്ത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചും സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയവരായിരുന്നു ബി.ജെ.പി നേതാക്കളിൽ കൂടുതൽ. വിധിയെ ചരിത്രവിധിയെന്നായിരുന്നു നേരത്തെ ബി.ജെ.പി വിശേഷിപ്പിച്ചത്. എന്നാൽ പിന്നീട് ബി.ജെ.പി നേതാക്കൾ ശബരിമല വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിനെതിരെ സംഘപരിവാർ സംഘടനകളും ബി.ജെ.പിയും ഹർത്താൽ നടത്തിയ ദിവസം തന്നെ മുരളീധരന്റെ ഈ പ്രതികരണം വന്നത് വളരെ ശ്രദ്ധേയമാണ്. കരുതിക്കൂട്ടിയാണ് മുരളീധരൻ ഇത്തരമൊരു പ്രസ്താവന ഇന്നലെ നടത്തിയതെന്നാണ് ബി.ജെ.പിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണെന്നും ഇത് ശ്രീധരൻപിള്ളയും കൂട്ടരെയും തളർത്താൻ തന്നെയാണെന്നും അക്കൂട്ടർ ആരോപിക്കുന്നു. കേരളത്തിലെ ബി.ജെ.പി ഗ്രൂപ്പ് പോരിൽ എക്കാലവും സജീവമായിരുന്ന വ്യക്തിയായിരുന്നു വി മുരളീധരൻ. വി മുരളീധരന്റെ പ്രസ്താവനകൾ എന്നും ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നതുമായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ ചാനൽ ചർച്ചയിലും അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.